ഹലോ ഗൈഡ്സ് ആൻഡ് സ്കൗട്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ദ്വിതീയ സോപാൻ എക്സാം എങ്ങനെയാണ് പുതിയ മാറ്റങ്ങളോടുകൂടി പുതിയ രീതിയിൽ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേയിലെ ആദ്യം തന്നെ രജിസ്ട്രേഷനാണ്. ഓരോ ഗൈഡിനും ഒരു ചെസ് നമ്പർ നിങ്ങൾക്ക് തരും. ആ ചെസ് നമ്പറാണ് നമ്മൾ പിന്നെയുള്ള നമ്മുടെ തിയറി എക്സാം ആയാലും എല്ലാതും നമ്മുടെ മാർക്ക് എല്ലാം നോട്ട് ചെയ്യുന്നത് ആ ചെസ് നമ്പർ പ്രകാരമാണ്. അതുണ്ടായിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ പ്രെയർ സോങ്, ഫ്ലാഗ് ഹോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമിലൂടെയാണ്. നമ്മുടെ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമിലൂടെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ പ്രോമിസ് ആൻഡ് ലോ, ഗൈഡിങ്ങിൻ്റെ ഏത് എക്സാം ആണെങ്കിലും പ്രോമിസ് ആൻഡ് ലോ മസ്റ്റാണ്. അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കണം. പിന്നെ നമുക്ക് തിയറിയിൽ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ബി പിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിയുടെ ഫുൾ നെയിം, അങ്ങനെ കുറച്ച് വൺ വേർഡ്സ് നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൺ വേർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ പ്രഥമ സോപാനിൽ പഠിച്ച കെട്ടുകൾ, ഫസ്റ്റ് എയ്ഡ്, ലാഷിങ്സ്, ഗാഡ്ജറ്റ് മേക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചോദിക്കും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാം. പിന്നെ വീണ്ടും ടെസ്റ്റ് തന്നെയാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രെയർ സോങ്, ഫ്ലാഗ് സോങ്, നാഷണൽ ആന്തം, ഇവ മൂന്നും എക്സാമിനേഴ്സിന് നമ്മൾ ചൊല്ലി കേൾപ്പിച്ച് കൊടുക്കണം. പിന്നെ ടീ ആൻഡ് സ്നാക്സിനുള്ള ബ്രേക്കാണ്. പിന്നെ നമ്മൾ കാണുന്നതാണ് ക്ലിനിക്സ് ആൻഡ് റീടെസ്റ്റ്. അത് നമ്മുടെ ദ്വിതീയ സോപാൻ എക്സാമിൽ വന്നിട്ടുള്ള പുതിയൊരു മാറ്റമാണ്. ആ മാറ്റം ഗൈഡ്സിന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് പ്രാക്ടിക്കൽ ടെസ്റ്റിൽ നമുക്ക് ആർക്കെങ്കിലും പരാജയപ്പെട്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കെട്ട് നമുക്ക് കെട്ടാൻ അറിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് അറിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആ സമയത്ത് ഈ ക്ലിനിക്ക് എന്ന് പറയുന്ന സെഷനിൽ നിങ്ങൾക്കത് പഠിച്ചെടുത്ത് അത് വീണ്ടും ഒരു റീടെസ്റ്റിനുള്ള അവസരം, അതായത് അത് പഠിച്ചെടുത്ത് വീണ്ടും നമുക്കത് എക്സാമിനേഴ്സിൻ്റെ മുമ്പിൽ പോയി ചെയ്ത് നമുക്ക് അതിൻ്റെ സ്കോർ വീണ്ടും വാങ്ങിക്കാവുന്നതാണ്. അതാണ് ക്ലിനിക്ക് ആൻഡ് റീടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ലിനിക്ക് റീടെസ്റ്റ് എന്നുള്ളൊരു സെഷൻ ഉള്ളത് കാരണം തന്നെ എല്ലാ കുട്ടികളും പ്രാക്ടിക്കൽ ലെവലിൽ ജയിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തിയറി നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കണം. പിന്നെ നമുക്ക് കുളിക്കാനുള്ള അവസരം അവിടെ കിട്ടുന്ന സ്കൂളിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കാം. പിന്നെ അതിനുശേഷം ക്യാമ്പ് ഫയർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ എക്സാമിനേഴ്സ് നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പായിട്ട് നിങ്ങളെ തിരിക്കും. ആ ഗ്രൂപ്പിന് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ചിട്ട് നിങ്ങൾക്കതിൽ പെർഫോം ചെയ്യാം. അതാണ് ഫസ്റ്റ് ഡേ പ്രോഗ്രാംസ്. ഇനി സെക്കൻഡ് ഡേ വീണ്ടും നമുക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. എക്സാമിനേഴ്സ് പറയുന്ന സമയം നമ്മൾ എഴുന്നേൽക്കണം. ചിലപ്പോൾ 5:30 ആവും പറയുക, ചിലപ്പോൾ 6 മണിക്കായിരിക്കും. അപ്പോൾ ഏത് സമയമാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കുക. അതിനുശേഷം ഫ്രഷ് ആയിട്ട് BP6 എക്സസൈസാണ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ എക്സാമിനേഴ്സ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണം. നിങ്ങൾക്ക് ഡെസ്ക്, ബെഞ്ച്, പിന്നെ നമുക്ക് കൊടുത്തിട്ടുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒരു സോഫ സെറ്റ് പോലെയൊക്കെ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാവുന്നതാണ്, ഒരു മോഡൽ. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വീണ്ടും ഗെയിംസിലേക്ക് കിടക്കുകയാണ്. പിന്നെ വീണ്ടും അപ്പോൾ ഗെയിംസ് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാം, ജയിക്കാം. പിന്നെ വീണ്ടും ടെസ്റ്റുകൾ തന്നെയാണ്. അതിൽ ദ്വിതീയ സോപാൻ കെട്ടുകളും ലാഷിങ്ങുകളൊക്കെയാണ് അതിൽ വരുന്നത്. സെക്കൻഡ് ഡേയിലെ ദ്വിതീയ ടേമിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അതിൻ്റെ സ്ട്രക്ചർ, മാപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എസ്റ്റിമേഷൻ, അതേപോലെ വെയിറ്റ് ഗസ് ചെയ്തിട്ട് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് അതിനെല്ലാം ശേഷം നമുക്ക് ലഞ്ച് കിട്ടും. പിന്നെ അതേപോലെ TTR, ഹിസ്റ്ററി ഓഫ് ദ മൂവ്മെൻറ്റ്, ഫ്ലാഗ്, സൈൻ, സല്യൂട്ട്, മോട്ടോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ഓറൽ പോലെ ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ എഴുതിയിട്ടുള്ള നമ്മുടെ ലോഗ് ബുക്കിൽ നമ്മൾ പ്രൊഫഷൻസി ബാഡ്ജുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. പിന്നെ സെക്കൻഡ് ഡേയിലും നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലിനിക്ക് റീടെസ്റ്റിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഡേയിൽ ഉണ്ടായിരിക്കുക. ഇനി തേർഡ് ഡേയിൽ വളരെ സിമ്പിളാണ്. നമ്മൾ തേർഡ് ഡേയിൽ രാവിലെ തന്നെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് നമുക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ഒരു ദിവസമാണ്. അതിൽ ഓൾ ഫെയ്ത്ത് പ്രയർ, സർവ്വമത പ്രാർത്ഥനയാണ് അതിലുണ്ടാവുക. പിന്നെ അതേപോലെ ഫ്ലാഗ് ലോവറിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ ദ്വിതീയ സോപാൻ എക്സാമിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. പ്രാക്ടിക്കലിൽ റീടെസ്റ്റിനുള്ള അവസരമുണ്ട്, തിയറിയിൽ റീടെസ്റ്റിനുള്ള അവസരമില്ല. അപ്പോൾ തിയറി നന്നായിട്ട് പഠിച്ചെടുക്കുക. ലോ ആൻഡ് പ്രോമിസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്.